ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ഗന്ധർവ നഗരം പോലെ മനുഷ്യനെ പലപ്പോഴും കൂടുതൽ മായയിൽപ്പെടുത്തുന്നത് ഈ ലോകത്ത് നിന്ന് ചില സമയത്തെങ്കിലും നമുക്കിഷ്ടമുള്ള രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു, അതുപോലെ ഇഷ്ടമുള്ളവരുമായി ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ കിട്ടുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ലോകം എന്തൊരു സുന്ദരമാണ് എന്ന് ചിന്തിക്കുന്നത്. അതാണ് 6ാമത്തെ ശ്ലോകം. തത്ര ച ക്വചിത് ആതപ ഉദക നിഭാൻ വിഷയാൻ ഉപധാവതി പാന ഭോജന വ്യവായാദി വ്യസനലോലുപഃ. തത്ര ച ക്വചിത്, ഈ ഗന്ധർവ നഗരം പോലെ സത്യമല്ലാത്ത അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്ന മർത്യലോകത്തിലും ചില സമയത്തൊക്കെ മനുഷ്യർക്ക് സുഖം തരുന്ന രീതിയിൽ പാനം, നല്ല ഇഷ്ടമുള്ള ഭോജ്യങ്ങൾ കുടിക്കാനും ഭോജനം കഴിക്കാനും വ്യവായാദി രതിസുഖം തുടങ്ങിയ അവയിലൊക്കെ വ്യസനലോലുപഃ, ഇവിടെ അത്യാസക്തനായിട്ട് ഒരിക്കൽ അനുഭവിക്കുമ്പോൾ വീണ്ടും വീണ്ടും കഴിക്കണം കുടിക്കണം എന്ന് തോന്നാറുണ്ട്. എന്നാൽ ഇതാകട്ടെ നമുക്ക് എല്ലാ കാലത്തും സുഖം തരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആതപ ഉദക നിഭാൻ, ആതപം വെയിലുള്ള സ്ഥലത്തെ ജലം എന്നതുപോലെ, അതാണ് മരീചിക, ജലം പോലെ ഉണ്മയിൽ ഇല്ലാത്ത വിഷയങ്ങളെ പിന്തുടർന്ന് ഉപധാവതി, അതിനു പുറകെ പായുന്നു. ഈ ലോകം സത്യമാണെന്ന് വിശ്വസിക്കുമ്പോൾ അവയിൽ നമ്മെ കൂടുതൽ ബന്ധിക്കുന്നതാണ്. അത്യാവശ്യം കയ്യിൽ പണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുടിച്ച് ഇഷ്ടമുള്ളത് കഴിച്ച് അങ്ങനെയൊക്കെ ജീവിതം ആസ്വദിക്കാം. അപ്പോഴും അവരുടെയൊക്കെ വിചാരം എല്ലാ കാലത്തും ഇതുപോലെ ജീവിതം സുഖകരമാക്കാം എന്നാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് ചേരാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ അത് പിന്നീട് പല അസുഖങ്ങൾക്കും കാരണമായിത്തീരുന്നു. ഇനി അതൊന്നുമല്ലെങ്കിൽ പോലും ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്കിതൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അത് പ്രായമായതിൻ്റെതായ ബുദ്ധിമുട്ടുകൊണ്ട്. അപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അതാണ് മരീചിക പോലെ, മരുമരീചിക പോലെ ഇതിൽ നിന്ന് സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ഇതിലങ്ങനെ പെട്ടുപോവുകയാണ്. ഇനി ചില സമയത്ത് കൊള്ളിപ്പിശാചിനെ പിടിക്കാൻ വെമ്പുന്നത് പോലെ എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? അത് സ്വർണത്തോടുള്ള ആസക്തിയാണ്. 7ാമത്തെ ശ്ലോകം. ക്വചിത് ച അശേഷദോഷ നിഷദനം പുരീഷ വിശേഷം തതുവർണഗുണ നിർമ്മിതമതിഃ സുവർണം ഉപാദിത്സതി അഗ്നികാമകാതര ഇവ ഉന്മുഖ പിശാചം. അഗ്നികാമകാതരഃ, തീയിനെ ആഗ്രഹിക്കുന്ന തണുത്ത് വിറച്ചിരിക്കുന്ന ഒരാൾ ഉന്മുഖ പിശാചം, കൊള്ളിപ്പിശാചിനെ പിടിക്കുവാൻ വെമ്പുന്നത് പോലെ. കൊള്ളിപ്പിശാചിനെ കണ്ടിട്ട് അത് അഗ്നിയാണെന്ന് വിചാരിച്ച് അതിനെ ആശ്ലേഷിക്കാൻ തുനിയുന്നത് പോലെ, ഒരാൾക്ക് തണുത്ത് വിറച്ചിരിക്കുമ്പോൾ അഗ്നി ആ ചൂട് കിട്ടിയാൽ എങ്ങനെ സുഖമാകുമോ എന്ന് വിചാരിച്ച് ഒരു കൊള്ളിപ്പിശാചിനെ പിടിക്കാൻ വെമ്പുന്നത് പോലെയാണ് മനുഷ്യർ സ്വർണം വാങ്ങിക്കുകയും അത് ഉപയോഗിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ സ്വർണമാകട്ടെ അശേഷ ദോഷ നിഷദനം, സകലവിധ ദോഷങ്ങളുടെയും ആവാസകേന്ദ്രമാണ്. കാരണം സ്വർണം വീട്ടിൽ വെച്ചാൽ അത് മോഷ്ടാക്കൾ കൊണ്ടുപോകാം. എപ്പോഴും ഒരു ആശങ്കയാണ്, വീടടച്ച് പോകാൻ ഒരാശങ്കയാണ്. ഇനി ശരീരത്തിലിട്ട് അത് ആഭരണമായിട്ട് അണിഞ്ഞു പോയാൽ വഴിക്ക് വെച്ച് ആക്രമിക്കപ്പെടാം. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും സ്വർണം എപ്പോഴും മനുഷ്യർക്ക് വിനാശത്തെയും കൊടുക്കുന്നതാണ്. ചില സമയത്ത് ഇന്ന് പണയം വെച്ച്
നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം, ഇല്ല എന്നല്ല. പക്ഷേ അത് കയ്യിൽ ഉള്ളിടത്തോളം കാലം ആർക്കും സുഖകരമായ ഒരു ജീവിതം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പുരീഷ വിശേഷം, അഗ്നിയുടെ മലം എന്ന് പറയാവുന്ന സുവർണം, ഈ സ്വർണത്തെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അഗ്നിയുടെ നിറമാണ്. തതുവർണം, ആ അഗ്നിയുടേതുപോലെയുള്ള മഞ്ഞ നിറമാണ്. മഞ്ഞ നിറത്താൽ നിർമ്മിത മതിഹി. അതുപോലെ തന്നെ ഈ അഗ്നി രജോഗുണത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണത്തോടുള്ള ആസക്തിയും രജോഗുണികൾക്ക് ഉണ്ടാകുന്നതാണ്. അങ്ങനെ രജോഗുണത്താൽ ആകൃഷ്ടബുദ്ധിയായിട്ട് ക്വചിത് ഉപാദിത്സതി, ഇത് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അഗ്നിമലമെന്ന് പ്രസിദ്ധമായതും സർവദോഷങ്ങളുടെയും വാസസ്ഥാനവും വർണ്ണത്തിലും ഗുണത്തിലുമൊക്കെ ആകൃഷ്ടരായിട്ട് രജോ ഗുണാധിക്യം നിമിത്തം മനുഷ്യൻ സ്വർണത്തിലങ്ങനെ ഭ്രമിക്കുന്നു. ഇതിനെയാണ് തണുപ്പകറ്റാനായി കച്ചവട സംഘം അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുന്ന പൊള്ളിപ്പിശാചായി പറഞ്ഞത്. ഈ ലോകത്ത് ഇന്നത്തെ കാലത്തെ ഒരു ശരാശരി മനുഷ്യന്റെ ജീവിതം നോക്കിയാൽ ശരിക്കും തമാശ തോന്നും. അതായത് ആദ്യം പഠിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾ. ഇതൊക്കെ എന്തിനാണ്? നല്ലൊരു ജോലി നേടി സുഖമായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട്. എന്നാൽ ജോലി നേടിക്കഴിയുമ്പോഴാണ് സ്വന്തമായി വീട് വെക്കണം, വസ്തു വാങ്ങിക്കണം, അങ്ങനെ അതിനായിട്ട് ലോൺ എടുക്കുന്നു. കാരണം സ്വന്തം ശമ്പളത്തിൽ നിന്നുള്ള പരിമിതിയിലുള്ള വീടൊന്നും ഇപ്പോൾ ആർക്കും പോരാ. എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉള്ള വീട് വേണം. അപ്പോൾ എങ്ങനെയായാലും കുറച്ചൊക്കെ ലോൺ എടുക്കേണ്ടി വരുന്നു. പിന്നെ ഈ ലോൺ അടച്ചു തീർക്കാനായിട്ടാണ് ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നത്. ഇങ്ങനെ മക്കൾക്കും കൂടെ വേണ്ടി എന്നതുപോലെ 3-4 റൂമുകളുള്ള വീടുകൾ എടുത്തു വെച്ച് അവസാനം അത് തുടച്ചു വൃത്തിയാക്കാൻ ആരുമില്ലാതെ പിന്നെ അതിനു വേണ്ടി ജോലിക്കാരെ വെച്ച്, സഹായികളെ വെച്ച് അവർക്ക് പണം നൽകി ജീവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമുക്ക് എല്ലായിടത്തും കണ്ടുവരുന്നത്. അതാണ് 8ാമത്തെ ശ്ലോകം. അധ കദാചിത് നിവാസ പാനീയ ദ്രവിണാദി അനേക ആത്മ ഉപജീവന അഭിനിവേശ ഏതസ്യാം സംസാരടവ്യാം ഇതസ്തതഃ പരിധാവതി. അധ കദാചിത്, പിന്നെ ചിലപ്പോൾ നിവാസം, നല്ലൊരു പാർപ്പിടം, സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കണം. അതുപോലെ നല്ല കുടിവെള്ളമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വേണം ജീവിക്കാൻ. അങ്ങനെയുള്ള നല്ല സ്ഥലം നോക്കിയിട്ടാണ് ദ്രവിണാദി സ്വത്തുവകകളൊക്കെ വാങ്ങിക്കുന്നത്. പലർക്കും സ്വത്ത് വാങ്ങിച്ചിട്ട് വീടെടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ടുള്ള അനേക ആത്മ ഉപജീവന അഭിനിവേശ, തനിക്ക് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ച് സ്വന്തമാക്കുന്ന, തനിക്ക് ആവശ്യമായ സാധനങ്ങളിൽ താല്പര്യം വെച്ചുകൊണ്ട് അതിനായിട്ട് പണമുണ്ടാക്കാൻ ഏതസ്യാം സംസാര അടവ്യാം, ഈ സംസാരമാകുന്ന കാട്ടിൽ ഇതഃ തത പരിധാവതി, അങ്ങുമിങ്ങും പരക്കം പായുന്നു. ഒരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വളരെ കുറച്ച് പണമേ ആവശ്യമുള്ളൂ. പക്ഷേ എന്നിട്ടും നമ്മളിങ്ങനെ പരക്കം പായുന്നത് നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്, അവരെപ്പോലെയാകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം, കല്യാണം എന്നത് 4-5 ദിവസത്തെ ചടങ്ങായി മാറിയിരിക്കുകയാണ്. അത് പണമുള്ളവർ അവരുടെ ആ പണക്കൊഴുപ്പ് കാണിക്കാനും, പിന്നെ തീർച്ചയായും ഒരു തരത്തിൽ ബിസിനസ് ലെവലിൽ ആലോചിച്ചു നോക്കിയാൽ ഇവന്റ് മാനേജ്മെന്റിന് അവർക്ക് ആവശ്യമുള്ള പണം കിട്ടാനും, അതിന് അവരവരുടേതായിട്ടുള്ള ഓരോ ചടങ്ങുകൾ, ഇങ്ങനെ എവിടുന്നൊക്കെയോ ഏതൊക്കെയോ നാട്ടിലുള്ള ചടങ്ങുകളാണ് ഇന്ന് നമ്മുടേതെന്ന രീതിയിൽ നമ്മളിപ്പോൾ പൊലിപ്പിച്ച് കാണിക്കുന്നത്. പണമുള്ളവർ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ
ഇതൊക്കെ കാണുമ്പോൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളും ഇത് ആഗ്രഹിക്കുകയാണ്. അവരത് ആഗ്രഹിക്കുകയും അച്ഛനമ്മമാരോട് എനിക്ക് ഇങ്ങനെ വേണം, എൻ്റെ കല്യാണത്തിനും ഇങ്ങനെയൊക്കെ വേണം എന്ന് ശഠിക്കുമ്പോൾ അച്ഛനമ്മമാർ എന്ത് ചെയ്യും? അവർ അതിനായിട്ട് കടം വാങ്ങി പണമുണ്ടാക്കി ഇങ്ങനെ 3-4 ദിവസത്തെ ചടങ്ങുകൾക്കായിട്ട് പണം ചെലവാക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയ വീട്ടിൽ പെൺമക്കൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പല അച്ഛനമ്മമാരും അവിടെ തന്നെ നിൽക്ക്, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കൂ എന്ന് പറയേണ്ടി വരുന്നത് കാരണം ഈ കല്യാണത്തിനുണ്ടായ ബാധ്യത പോലും ഇനിയും അടച്ചു തീർത്തിട്ടില്ല. അതിനു മുൻപേ മകൾ വീണ്ടും വീട്ടിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ആ അച്ഛനമ്മമാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. എന്നാൽ അതേസമയം മകളുടെ സന്തോഷവും കാണണ്ടേ എന്ന് ചോദിച്ചാൽ അതും വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീട്ടിൽ വെച്ച് മക്കളുമായിട്ട് ചർച്ച ചെയ്യുക മാത്രമേ ഒരു വഴിയുള്ളൂ. അതിനെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശരിക്കും അങ്ങനെയുള്ള പണം ആ പെൺമക്കളുടെ പേരിൽ ഒരു ഡെപ്പോസിറ്റായിട്ടൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കണം, ഒരു നിവൃത്തിയുമില്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്നൊക്കെ കാണുമ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു പണമായിട്ട് അവർക്കത് ഉപയോഗിക്കാം. പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലെ മധ്യവർത്തി കുടുംബങ്ങൾ അതൊക്കെ കണ്ട് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ അതിനു വേണ്ടി കൂടെയാണ് അച്ഛനമ്മമാർ ഈ കിടന്ന് ഓടുന്നത്. ഇനി ചില സമയത്ത് കൊടുങ്കാറ്റടിച്ച് പൊടിപടലങ്ങൾ ഉയർന്ന് കണ്ണടയുകയും ദിക്കറിയാതിരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത് എന്താണ് എന്നാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ക്വചിത് ച വാത്യാ ഔപമ്യയാ പ്രമദയാ ആരോഹം ആരോപിതഃ തത്കാല രജസ രജനീഭൂത ഇവ അസാധുമര്യാദഃ രജവലാക്ഷഃ അപി ദിഗ്ദേവത അതിരജസ്വലമതിഹി ന വിജാനാതി. ഇവിടെ പറയുന്നത് സ്ത്രീ പുരുഷന്മാരുടെ പരപുരുഷ പരസ്ത്രീ ബന്ധത്തെ കുറിച്ചാണ്. ക്വചിത് പിന്നെയും ചിലപ്പോൾ വാത്യ ഔപമ്യയ ചുഴലിക്കാറ്റുപോലെ നമ്മുടെ കാഴ്ചയെ അങ്ങ് ഭ്രമിപ്പിച്ച് കളയും. പലർക്കും ഈ ഒരു ആഗ്രഹം എന്നിലുണ്ടായാൽ അത് ഭാവിയിൽ അപകടകരമാണ് എന്ന് ചിന്തിക്കാനുള്ള ആ മാനസിക വിവേകം അപ്പോഴുണ്ടാവുകയില്ല. അതാണ് ചുഴലിക്കാറ്റ് പോലെ നമ്മുടെ കാഴ്ചയെ അങ്ങ് കെടുത്തിക്കളയും. നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുന്ന ഭാര്യ ഭർത്താവ് ഇവരിൽ നിന്ന് വിട്ടിട്ട് സ്ത്രീ പരപുരുഷ ബന്ധം വരുന്ന സമയത്ത്, ഇവിടെ സ്ത്രീകളാൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് തിരിച്ചുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പരപുരുഷ പരസ്ത്രീ ബന്ധത്തിൽ ആരോഹം ആരോപിതഃ അവരെ മടിയിലെടുത്ത് വെച്ച് ലാളിക്കുന്നത് പോലെ ഇനി അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന രീതിയിൽ തത്കാല രജസ ആ സമയത്ത് അവരിലുണ്ടാകുന്ന അനുരാഗത്താൽ രജനീഭൂതഃ അന്ധരായിത്തീരുന്നു. സ്വന്തം കുടുംബത്തെ മറക്കുന്നു, ഉത്തരവാദിത്വത്തെ മറക്കുന്നു. ഈ ബന്ധം തുടർന്നു കൊണ്ടുപോയാൽ ഉണ്ടാകാവുന്ന ആപത്തുകളെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അസാധുമര്യാദഃ സദാചാര സീമകൾ ഇല്ലാത്തവനായും അതിരജസ്വലമതിഹി. ഇവിടെ ഒരു പുരുഷനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ടാണ് പുല്ലിംഗത്തിൽ പറയുന്നത്. ഇത് സ്ത്രീകളുടെ കാര്യത്തിലും എടുക്കാം. അത്യധികമായ രജോ ഗുണത്താൽ ആച്ഛന്നമായ ബുദ്ധിയോടുകൂടി, കാരണം ആ അനുരാഗത്താൽ ബദ്ധനായിട്ട് തമസ് മൂടിയിരിക്കുന്നു, മനസ്സിൽ തമോ ഗുണം ബാധിച്ചിരിക്കുന്നു, കണ്ണുകളിൽ രജോ ഗുണം ബാധിച്ചിരിക്കുന്നു. അതാണ് രജ ബലാക്ഷഃ, രജസ് ബാധിച്ച കണ്ണുകളോട് കൂടിയവനായും. അങ്ങനെ ഈ ചുഴലിക്കാറ്റടിച്ച് പൊടി കണ്ണിൽപ്പെട്ടാൽ എങ്ങനെയാണോ വഴി അറിയാത്തവനെ പോലെ അലഞ്ഞു തിരിയുന്നത്, ഇങ്ങനെ തനിക്ക് എന്തിനും വഴികാട്ടി ആകേണ്ട ദിഗ്ദേവതാഹ അപി കർമ്മസാക്ഷികളായ ദിഗ്ദേവതമാരെ കൂടിയും ന വിജാനാതി അറിയുന്നില്ല.
നമ്മളുടെ ഓരോ കർമ്മവും CCTV പോലെ പിടിച്ചെടുക്കുന്നത് ദിഗ്ദേവതമാരാണ്. അഗ്നി, ജലം, വായു, ആകാശം തുടങ്ങിയ ദേവതാ ശക്തികളാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും അപ്പപ്പോൾ ഒപ്പിയെടുക്കുന്നത്. ഇതിൻ്റെ തിരിച്ചടികളാണ് കർമ്മഫലമായിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത്തരം ദേവതാ സ്വരൂപങ്ങൾ നമ്മെ എപ്പോഴും നിരീക്ഷിക്കുന്നു എന്ന ബോധം ഇത്തരക്കാർക്ക് നഷ്ടപ്പെടുന്നു. ദാഹനീരുണ്ടെന്ന് കരുതി ചെല്ലുന്നത് പലപ്പോഴും മരീചികയിലാണ് എന്നതിനെ കുറിച്ചാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ക്വചിത് സഹൃദവഗത വിഷയ വൈതഥ്യഃ സ്വയം പരാഭിധ്യാനേന വിഭ്രംശിത സ്മൃതിഃ തയാ ഏവ മരീചിതോയ പ്രായാൻ താൻ ഏവ അഭിധാവതേ. ക്വചിത് ചിലപ്പോൾ സ്വയം താൻ തന്നെ സകൃത് അവഗത വിഷയ വൈദഗ്ധ്യഃ വിഷയങ്ങളുടെ യാഥാർത്ഥ്യമില്ലായ്മ, നശ്വരത അറിഞ്ഞവനായാൽ പോലും, അതായത് ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ അത്യാവശ്യം അറിവ് കിട്ടിയിട്ട് ഈ ലോകം സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഈ മായ അത്രയധികം പ്രഭാവമുള്ളതാണ്. അതിനാൽ സ്വയം പരാഭിധ്യാനേന സ്വാഭാവികമായി ഈ മായാലോകത്ത് ജനിക്കുന്ന ഓരോരുത്തർക്കും താൻ ദേഹമാണെന്ന അഭിമാനബോധം തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ വിഭ്രംശിത സ്മൃതി, താൻ ആ ആത്മാവാണ് എന്ന സ്മൃതി വിഭ്രംശിതം ഇല്ലാതായിട്ട്, താൻ ആരെന്ന സത്യത്തെ മറന്നു പോയിട്ട് തയാ ഏവ ആ മറവി കൊണ്ട് തന്നെ മരീചിതോയ പ്രായാൻ വീണ്ടും ഈ ലോകത്തിൽ നിന്ന് തനിക്ക് സുഖം കിട്ടുമെന്ന മൃഗതൃഷ്ണികാജലം പോലെ, മരീചിക പോലെ മായിക വിഭ്രാന്തിയിൽ താൻ ഏവ അഭിധാവതി ആ വിഷയങ്ങളുടെ നേർക്ക് തന്നെ നോക്കി കുതിക്കുന്നു. എത്രയൊക്കെ ആധ്യാത്മികമായ അറിവ് നേടിയാലും അപ്പോഴും തൻ്റേത് എന്ന് പറഞ്ഞ് താൻ വച്ചിരിക്കുന്ന മമതാബന്ധത്തെ അത്ര പെട്ടെന്നൊന്നും ഉപേക്ഷിക്കാൻ ആർക്കും സാധിക്കാറില്ല. അങ്ങനെ അവരിൽ നിന്ന് തന്നെയാണ് തനിക്ക് സുഖം ലഭിക്കേണ്ടത്, അവരാണ് തന്നെ നോക്കേണ്ടത്, അവരാണ് സ്നേഹിക്കേണ്ടത്, അവരാണ് എനിക്ക് ആശ്രയം എന്ന ആ ചിന്തയിൽ നിന്ന് മുക്തരാകാൻ പൊതുവെ ഈ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യം ജനിച്ചിട്ട് അതിൽ അറിവ് നേടിയവർക്ക് പോലും സാധിക്കാറില്ല. ഇനി ചീവീട്, കൂമൻ ഇവയുടെ കർണകഠോര ശബ്ദം എന്ന് പറഞ്ഞത് ശത്രുക്കളുടെയോ അധികാരി വർഗത്തിൻ്റെയോ ഒക്കെ നമുക്ക് ദുഃഖം വരുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമോ വാക്കുകളോ ഒക്കെയാണ്. അതാണ് 11ാമത്തെ ശ്ലോകം. ക്വചിത് ഉലൂക ഝില്ലി സ്വനവത് അതിപരുഷ രഭസാടോപം പ്രത്യക്ഷം പരോക്ഷം വാ റിപു രാജകുല നിർഭർസിതേന അതിവ്യഥിത കർണമൂലഹൃദയഃ. ക്വചിത് ചിലപ്പോൾ, ഉലൂകം ഊമന്റെയും, ഝില്ലി, ഝില്ലി എന്നാൽ മണ്ണട്ട, ഇവയുടെയൊക്കെ സ്വനവത് ശബ്ദം പോലെയുള്ള അതിപരുഷ രഭസാടോപം പരുക്കൻ മട്ടിൽ ശക്തമായി നമ്മെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ പ്രത്യക്ഷം പരോക്ഷം വാ നേരെ നിന്നിട്ടോ മറഞ്ഞു നിന്നിട്ടോ ഒക്കെയുള്ള റിപു, നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ചില ശത്രുക്കളുടെ അല്ലെങ്കിൽ രാജകുലം, ഇത് അന്നത്തെ കാലമായതുകൊണ്ടാണ് രാജകുലത്തിൻ്റെ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അധികാരി വർഗത്തിൻ്റെയൊക്കെ നിർഭർസിതേന അധിക്ഷേപവചനത്താൽ അതിവ്യഥിതം കാതും കരളും കർണമൂലഹൃദയ അത് നൊന്ത് നീറുന്നവനായിട്ട് ഭവിക്കേണ്ടി വരുന്നു. ഇന്ന് പല രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളിൽ തളർന്നു പോകുന്ന ആളുകളുണ്ട്. മനസാ വാചാ കർമ്മണ ചിന്തിക്കാത്ത പ്രവൃത്തികൾക്കൊക്കെ തെറ്റുകാരെന്ന് ആളുകൾ വിധി എഴുതുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരാറുണ്ട്. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മെക്കുറിച്ച് പല അപവാദ പ്രചരണങ്ങളും പുറത്തു നടക്കുന്നുണ്ടാകും. അത് പിന്നീട് അറിയുമ്പോൾ നമ്മൾ വല്ലാതെ വ്യസനിക്കാറുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിസ്സഹായരായി നോക്കി നിൽക്കാറുണ്ട്. ഇതുപോലെ അധികാരി വർഗത്തിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ
നമുക്ക് സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് സർക്കാർ ഓഫീസുകളിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ അവരിൽ നിന്ന് ഒരു ഔദാര്യത്തിനല്ല പോകുന്നത്, നമുക്ക് ന്യായമായി കിട്ടേണ്ട അവകാശങ്ങൾക്കായിട്ടാണ് പോകുന്നത്. എന്നാൽ പോലും നമ്മൾ എന്തോ അവരുടെ പിടിച്ചു പറിക്കാൻ ചെല്ലുന്നത് പോലെയൊക്കെയാണ് ചില ആളുകളുടെയെങ്കിലും പെരുമാറ്റം. ഇങ്ങനെയൊക്കെ അധികാരി വർഗത്തിൽ നിന്നും ചിലപ്പോൾ പല ഭർസനങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടി വരുന്നത്. അതിനെയാണ് ഈ ചീവീട്, കൂമൻ ഇവയുടെ കർണകഠോര ശബ്ദങ്ങളാൽ ഹൃദയം നൊന്തു നീറാറുണ്ട് എന്ന് പറഞ്ഞത്. ഇനി വിശന്നു വലയുന്ന അവൻ ഒരു പക്ഷേ അവസാനം ഫലങ്ങൾ തേടി ചെല്ലുമ്പോൾ അത് വിഷമരങ്ങളായി തീരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും മുജ്ജന്മത്തിലെ പുണ്യപ്രവൃത്തികളുടെ ഫലമായിട്ട് ഉണ്ടാകുന്ന നല്ല കാലം കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരിക്കും, ആരെ ആശ്രയിക്കണം എന്നറിയാത്തൊരു അവസ്ഥയിലായിരിക്കും. അതിനെക്കുറിച്ചാണ് അപുണ്യവൃക്ഷങ്ങളെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞത്. അതാണ് 12ാമത്തെ ശ്ലോകം. സ യദാ ദുഗ്ധപൂർവസുകൃതഃ തദാ കാരസ്കര കാകതുണ്ടാദി അപുണ്യദ്രുമ ലതാവിഷ ഉദപാനവത് ഉഭയാർത്ഥശൂന്യദ്രവിണാൻ ജീവൻ മൃതാൻ സ്വയം ജീവൻ മ്രിയമാണഃ ഉപധാവതി. യഥാ എപ്പോഴാണോ ഒരാൾ സഹ ദുഗ്ധം എന്ന് വെച്ചാൽ കറന്നെടുത്ത് അനുഭവിച്ചു കഴിഞ്ഞു, എന്ത് പൂർവസുകൃതം, മുജ്ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമൊക്കെ ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കഷ്ടകാലമായിരിക്കും. തഥാ ആ സമയത്ത് ആരെയാണ് ആശ്രയിക്കേണ്ടത് എന്ന് ഒരു പിടിയും കിട്ടുകയില്ല. അപ്പോഴാണ് കാരസ്കരം, കാഞ്ഞിരം, കാകതുണ്ടം മുതലായ കാകതുണ്ടാദി അപുണ്യദ്രുമം, കൊടുമരങ്ങൾ, വിഷവൃക്ഷങ്ങളുടെ ലത, ആ വള്ളികളും അത് വിഷ ഉദപാനവത്, വിഷ നിറച്ച കിണറുകൾ എന്നതുപോലെ ഈ വിഷം നിറച്ച ആളുകൾ, അതായത് കടം കൊടുക്കുക, എങ്ങനെ പലിശക്ക് കടം കൊടുക്കുന്ന ആളുകളെയൊക്കെ അത്തരത്തിലുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അതാണ് വിഷക്കിണറുകൾ എന്നൊക്കെ പറഞ്ഞത്. അല്ലെങ്കിൽ വിഷക്കായകൾ നിറഞ്ഞ മരങ്ങൾ, അവരെ ആശ്രയിച്ചാൽ പിന്നെ പെട്ടത് തന്നെ ജീവിതകാലം മുഴുവൻ ദുരിതമായിരിക്കും. അതുപോലെ ഉഭയാർത്ഥ ശൂന്യദ്രവിണാൻ, ഇത്തരത്തിൽ പലിശക്ക് പണം കൊടുക്കുന്ന ആളുകൾ അവരുടെ കയ്യിലുള്ള ധനം എന്ന് പറയുന്നത് അവർക്ക് ഉഭയാർത്ഥം, ഈ ലൗകികത്തിനും ഒരു പ്രയോജനപ്പെടുകയില്ല, ഇനി സ്വർഗാദി സുഖത്തിനു വേണ്ടിയും പ്രയോജനപ്പെടാത്ത ധനമാണ്. കാരണം ഇവിടെ ആർക്കും ദാനം കൊടുക്കില്ല, മറിച്ച് പണം കൊടുത്ത് കൂടുതൽ പണം, തനിക്ക് അധികാരമില്ലാത്ത അർഹതയില്ലാത്ത പണത്തെ വീണ്ടും സമ്പാദിക്കാനാണ് ഇങ്ങനെ ഈ പലിശക്കാരൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ആ ധനം എന്നത് ഭൂമിയിലും പരലോകത്തും പ്രയോജനപ്പെടാത്തതാണ്. പക്ഷേ നിവൃത്തിയില്ലാതെ വരുമ്പോൾ, ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഇങ്ങനെയുള്ള ജീവൻ മൃതാൻ, അതായത് ശവം പോലെ ജീവിച്ചിരിക്കുന്ന ഇത്തരക്കാരെ സ്വയം ജീവൻ മ്രിയമാണഃ, ഈ കഷ്ടകാലം വരുമ്പോൾ എല്ലാവരും ഒരു തരത്തിൽ ചത്ത് ജീവിക്കുകയാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് വേറെ നിവൃത്തിയില്ലാതെ അത്തരത്തിലുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ് ഉപധാവതി എന്ന് പറഞ്ഞത്. അത്തരം വിഷക്കായകൾ നിറഞ്ഞ മരങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അത് ഒരാളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ്. ഇനി പറഞ്ഞത് അവസാനം ഗത്യന്തരമില്ലാതെ വെള്ളമില്ലാത്ത നദികളിലൊക്കെ ചെന്ന് ചാടേണ്ടി വരാറുണ്ട്. അതിനെക്കുറിച്ചാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഏകദാ അസത് പ്രസംഗാത് നികൃതമതിഹി യുതകസ്രോതസ്ഖലനവത് ഉഭയതഃ അപി ദുഃഖദം പാഖണ്ഡം അഭിയാതി. എത്ര വലിയ ഈശ്വരവിശ്വാസിയായിരുന്നാലും കഷ്ടകാലം നമ്മെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിക്കുമ്പോൾ
ഈശ്വരനെ പോലും നിന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പലരും ജീവിക്കുന്നത് കാണാം. അങ്ങനെ കുറേ പേരെങ്കിലും നാസ്തികതയിലേക്ക്, ഒരു ഈശ്വരനുമില്ല, അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ വരില്ല എന്നൊക്കെ നിരാകരിക്കാറുണ്ട്. ഇതൊക്കെ അവനവൻ്റെ കർമ്മഫലമാണെന്ന് അറിയാനുള്ള വിവേകബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ അവർ കൂടുതൽ കുഴപ്പത്തിൽ ചാടുകയാണ്. ഒരുപക്ഷെ ആ കഷ്ടകാല സമയത്ത് ഭഗവാനെ ഭജിച്ചാൽ ഒന്നുമില്ലെങ്കിലും ആ കഷ്ടകാലം സഹിക്കാനുള്ള മാനസിക ശക്തിയെങ്കിലും ലഭിച്ചേനെ. മാത്രമല്ല, നമുക്കറിയാം പണ്ട് കാലത്ത് ആളുകളെ ഈ സനാതനധർമ്മത്തിൽ നിന്ന് മതം മാറ്റിക്കൊണ്ട് മറ്റു മതങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയത് അവരുടെ ദാരിദ്ര്യത്തെ മുതലെടുത്തിട്ടാണ്. അതിനെയാണ് പാഖണ്ഡമതത്തെ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളവരെ ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തെ മുതലെടുക്കുന്ന ആളുകളുമായി കൂട്ടുകൂടുന്നതിനെയാണ് വെള്ളമില്ലാത്ത പുഴയിൽ, അല്ലെങ്കിൽ പുഴ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയോ അതിലേക്ക് പോയി ചാടാറുണ്ട് എന്ന് പറഞ്ഞത്. അതാണ് ഏകദ, ചിലപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അസത് പ്രസംഗാത്, ദുർജന സമ്പർക്കം കൊണ്ട്, ആ സമയത്ത് പിന്നെ മനസ്സ് ദുഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരുമായിട്ടായിരിക്കും പിന്നെ കിട്ടുന്ന സമ്പർക്കമെല്ലാം. അങ്ങനെ നികൃതമതിഹി, വഞ്ചിത ബുദ്ധിയായിട്ട്, വ്യുതകസ്രോതം, വെള്ളം വറ്റിയ ആറ്റിൽ സ്ഖലനവത്, ചാടി വീണ്, അപ്പോൾ വെള്ളം കിട്ടുകയുമില്ല, അവിടെയുള്ള പാറക്കെട്ടിലൊക്കെ വീണ് ദേഹത്തിൽ മുറിവേൽക്കുകയും ചെയ്യും. ഇങ്ങനെ വിഷമിക്കുന്നത് പോലെ ഉഭയതഃ അപി ദുഃഖദം, ഈ ഭൂമിയിലും പരലോകത്തും ഒരുപോലെ ദുഃഖപ്രദമായിട്ടുള്ള പാഖണ്ഡം, നാസ്തിക ധർമ്മത്തെ അഭിയാതി, അവലംബിക്കുന്നു. അപ്പോൾ ഈശ്വര വിശ്വാസം നമ്മുടെ നല്ല കാലത്ത് തന്നെ ഉറപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ കഷ്ടകാലം വരുമ്പോൾ നമുക്കൊരിക്കലും ഭഗവാനെ ആശ്രയിക്കാൻ മനസ്സത്രയും ഒരു ബലം കിട്ടുകയില്ല. പലരും തളർന്നു പോകും. ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഈശ്വരനെ വിശ്വസിച്ചിട്ടും എനിക്കിങ്ങനെ വന്നല്ലോ എന്ന അവിവേകമായ ചിന്തയാണ് പലരെയും കീഴടക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഈശ്വര വിശ്വാസം എന്നത് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമുക്ക് ആദ്യമേ അത് കിട്ടണം. അത് വീട്ടിൽ നിന്ന് ആ രീതിയിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അല്ലാതെ പ്രാർത്ഥിച്ചാൽ നിനക്കെല്ലാം കിട്ടും എന്ന തെറ്റായ ധാരണയിൽ കുട്ടികളിൽ ഈശ്വര വിശ്വാസത്തെ ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് പലരും പിന്നെ നാസ്തികതയിലേക്കൊക്കെ പോകുന്നത്. അസുഖം വന്നാൽ അല്ലെങ്കിൽ അസുഖകരമായ സാഹചര്യം വന്നാൽ പിന്നെ എവിടെ ഈശ്വരൻ എന്ന് ചോദിക്കും. എപ്പോഴും നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതും നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതും അവനവൻ്റെ കർമ്മഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ്. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ അറിവ് ഉള്ളിൽ ഉറച്ചു കിട്ടിയാൽ ഏത് കഷ്ടകാലത്തെയും നമുക്ക് നമ്മുടെ മനഃശക്തി കൊണ്ട്, ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് നേരിടാൻ സാധിക്കും. അങ്ങനെ നേരിടുമ്പോൾ ഭഗവാന്റെ ഒരു സഹായം നമുക്ക് കിട്ടുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമുക്ക് ആ കഷ്ടകാലത്തെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പരസ്പരം കൊന്നു തിന്നുന്നു എന്ന് പറഞ്ഞത് എന്താണ്? 14-ാമത്തെ ശ്ലോകം. യഥാതു പരബാധയാ അന്ധ ആത്മനെ ന ഉപനമതി തദാഹി പിതൃപുത്ര ബർഹിഷ്മതഃ പിതൃപുത്രാൻ വാ സഖലു ഭക്ഷയതി. കഷ്ടകാലം വന്ന് ഇത്തരം ദുർജനങ്ങളുമായിട്ട് കൂട്ടുകൂടുകയും ഒക്കെ ചെയ്യുമ്പോൾ പതുക്കെ മോഷണം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാറുണ്ട്. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക, അങ്ങനെ ദുർമാർഗത്തിലേക്ക് പോകാറുണ്ട്. എന്നാൽ അവിടെയും യഥാതു പരബാധയ, മറ്റുള്ളവരെ പീഡിപ്പിച്ച് അന്ധഹ, അതിൽ നിന്ന് തനിക്ക് ഒന്നും കിട്ടാതെ വരുമ്പോൾ, ആത്മനെ ന ഉപനമതി, തനിക്കൊന്നും കിട്ടാതെ വരുമ്പോൾ, തദാഹി, അപ്പോഴാണ് വീട്ടുകാരിലേക്ക് തിരിയുന്നത്. അവരെ ഉപദ്രവിച്ചിട്ട് തനിക്ക് എന്തെങ്കിലും കിട്ടിയാലും തരക്കേടില്ല എന്ന ചിന്തയിൽ പിതൃപുത്ര ബർഹിഷ്മതഃ, തൻ്റെ അച്ഛൻ്റെയോ മക്കളുടെയോ ഇനി ഒരു പുൽക്കൊടിയെങ്കിലും, അതാണ് ബർഹിഷ്മതഃ, അതെങ്കിലും കൈവശമുണ്ടെങ്കിൽ അതും തട്ടിക്കൊണ്ടുപോകാൻ, അങ്ങനെ പിതൃപുത്രാൻ വാ, അച്ഛനെയും മക്കളെയും തന്നെയോ
സഹ ഭക്ഷയതി ഖലു, അവരെ കയ്യേറ്റം ചെയ്യാൻ പോലും മടിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇത്തരം വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. സ്വന്തം വീട്ടുകാരെ ദ്രോഹിച്ചിട്ടായാലും തനിക്ക് വേണ്ടത് കിട്ടണം, അതും ദുർമാർഗത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഷണം ചെയ്യുന്നതും കയ്യേറ്റം ചെയ്യുന്നതും ഒക്കെ. ഇങ്ങനെയും ഈ ലോകത്ത് നടക്കാറുണ്ട്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.